ഇന്നലെ നമ്മളൊരു പെരുന്നാൾ കൂടാൻ പോയില്ലേ? അപ്പൊ ഇന്ന് മറ്റു സ്ഥലത്തേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. പാലക്കാട്ടേക്ക്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. അതായത് ഇതൊക്കെ നാട്ടിൻപുറത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാനൊക്കെ ഈ ചെറുപ്പത്തിലൊക്കെ എല്ലാ തവണയും ഇത് വന്നു കഴിഞ്ഞാൽ അപ്പോൾ പോയി കാണാറുണ്ടായിരുന്നു. എന്തിനെ കുറിച്ചാ പറഞ്ഞു വരുന്നത്? സർക്കസിനെ കുറിച്ചാണ്. 250 വർഷം മുൻപ് ആളുകളെ രസിപ്പിക്കാൻ ആരംഭിച്ച സർക്കസ് ഇന്ന് ആധുനികതയുടെ ഒരറ്റത്ത് വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ എന്താണത്? സൈക്കിൾ യജ്ഞം മുതൽ കണ്ടിട്ടുള്ള മലയാളിക്ക് സർക്കസിന്റെ കാലഘട്ടത്തിനനുസരിച്ചുള്ള വികാസവും നന്നായി അറിയാം. നമ്മൾ കണ്ടിട്ടുണ്ട്. ഓരോ തവണ പുതിയ സർക്കസ് കൂടാരങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ അതിനകത്തുള്ള എന്തൊക്കെയാണ് എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി വരും. അവിടെ പോയി കഴിഞ്ഞാലാണ് അയ്യോ ഇത് കൊള്ളാലോ എന്ന് നമ്മളിങ്ങനെ അത്ഭുതപ്പെടുക. അപ്പോൾ ഇന്റർനാഷണൽ താരങ്ങൾ മാത്രം എത്തുന്ന ഒരു സർക്കസ് ഇപ്പോൾ പാലക്കാട് നടക്കുന്നുണ്ട്. പഴയകാല നമ്പറുകളൊക്കെ പാടെ മാറ്റി അത്യാധുനിക രീതിയിൽ അണിയിച്ചൊരുക്കിയിട്ടുള്ള ആ സർക്കസ് കൂടാരത്തിലേക്കാണ് നമ്മുടെ യാത്ര. അതെ, പ്രേക്ഷകരെയും കൊണ്ടുപോവുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി നിഖിൽ പ്രമേഷ് ഇവിടെ തയ്യാറായി നിൽപ്പുണ്ട്. ഹലോ പ്രജിൻ ആൻഡ് പ്രവിത, ഞാനിപ്പോൾ പാലക്കാട് സ്റ്റേഡിയത്തിലാണുള്ളത്. ഇവിടെ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഒരു അടിപൊളി സർക്കസ് നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള, കേരളത്തിൽ തന്നെയുള്ള ഒരുപാട് സംഘങ്ങളുടെ സർക്കസുകൾ കണ്ടിട്ടുണ്ട്. ഇത് പക്ഷേ തികച്ചും വ്യത്യസ്തമാണ്. ഒളിമ്പ്യൻ സർക്കസാണ്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് പോയി നോക്കാം. കുറച്ച് നേരം ഞങ്ങൾ ഇരുന്ന് കണ്ടു. ഭയങ്കര രസകരമാണ്. സാധാരണ സർക്കസുകളിൽ നമ്മൾ കാണുന്ന പഴയ നമ്പറുകളൊന്നുമല്ല, നല്ല പുതുപുത്തൻ നമ്പറുകളുമായിട്ടാണ് അവർ ഇത്തവണ എത്തിയിട്ടുള്ളത്. നമുക്ക് എന്തായാലും പോയി നോക്കാം എന്താണ് ഒളിമ്പ്യൻ സർക്കസ് കാത്തു വച്ചിട്ടുള്ള അത്ഭുതങ്ങളെന്ന് നമുക്ക് നേരിട്ട് കണ്ടു മനസ്സിലാക്കാം. പ്രജിൻ പ്രവിധ, ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മളിപ്പോൾ ഒരുപാട് സർക്കസുകൾ കേരളത്തിൽ നിന്ന് തന്നെ ഉദയം ചെയ്ത ഒരുപാട് സർക്കസുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത പ്രധാനമായി ലൈറ്റ് ഷോ ആണ്. മനോഹരമായിട്ടുള്ളൊരു ലൈറ്റ് ഷോ. അവരുടെ ഷോ തുടങ്ങുന്നതിന് തുടക്കത്തിൽ തന്നെ ഏതാണ്ട് അരമണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു ലൈറ്റ് ഷോ ഉണ്ടായിരുന്നു. ഇന്റർനാഷണൽ താരങ്ങളാണ് ഇവരെല്ലാവരും. ഇത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്, ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള താരങ്ങളുണ്ട്. അവരെല്ലാവരും അണിനിരുന്നാണ് ഏതാണ്ട് 2 മണിക്കൂറിലധികം സമയം നമുക്ക് വേണ്ടി ചിലവഴിച്ചത്. ഇതിന്റെ ക്യാമ്പ് മാനേജർ ദേവാനന്ദ് നമ്മളോടൊപ്പം ഉണ്ട്. ഇതുപോലത്തെ ലൈറ്റ് ഇന്ത്യൻ സർക്കസിൽ ഇവിടെ ഇല്ല. ലൈറ്റിനെ മാത്രമല്ല, ഇത് എത്യോപ്യക്കാർ, പിന്നെ അതുപോലെ മെക്സിക്കോ, പിന്നെ മണിപ്പൂരി, എല്ലാവരും നല്ല ഇതായിട്ട് പെർഫോമൻസ് ചെയ്യുന്നത്. ചേട്ടാ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? സൂപ്പർ നല്ല സൂപ്പർ. പാലക്കാട് നല്ല. It's been a nice city. Yeah, we like so much. We are enjoying to stay in India, so please come to the circus and watch our show. What is the specialty of Olympian circus? The international artist is to show original and very, very fun. കുട്ടികളുടെ എന്റർടൈൻമെന്റിന് വേണ്ടി നല്ലൊരു പരിപാടി. വളരെ നന്നായിട്ടുണ്ട്. എല്ലാ പ്രോഗ്രാമും ഉഷാറായിട്ടുണ്ട്. ഒരു പ്രോഗ്രാം പോലും കുറ്റം വരാനൊന്നും ഇല്ലല്ലോ. കൊള്ളാം. അടിപൊളിയായിട്ട് നന്നായിട്ടുണ്ട്. കുഴപ്പമില്ല, നന്നായിട്ടുണ്ടായിരുന്നു. നന്നായിട്ടുണ്ട്. ഇനി 13-ാം തീയതി വരെയാണ് ഇവിടെ ഉള്ളതെന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും രസകരമായിട്ടുള്ള കുറേ സമയമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതായത് ഇന്റർനാഷണൽ സർക്കസ് ആദ്യമായിട്ടാണ് ഒരു പക്ഷേ പാലക്കാട് എത്തുന്നത്. ഇത്രയും അധികം ആളുകൾ ആദ്യമായിട്ടാണ് പാലക്കാട് എത്തുന്നത്. അതുകൊണ്ട് തന്നെ പാലക്കാട്ടുകാർ ഇപ്പോൾ ഈ അവസാന ഘട്ടമാകുമ്പോഴേക്കും ഒരുമിച്ച് കൂടുതൽ ആളുകൾ എത്തി ഇത് ആസ്വദിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24.